സോ ഇത് രണ്ടെണ്ണം നമ്മുടെ AS-ൻ്റെ കാർബറേറ്റർ കേട്ടോ. ഇത് പുതിയത്, ഇത് പഴയത് ഫോർ ദ ഫസ്റ്റ് ടൈം വണ്ടിയായിട്ട് അമ്പലമേട് ഓഫ് റോഡ് പോയ സമയത്ത് ഫുള്ള് ജെർക്കിങ് അതുപോലെ തന്നെ മിസ്സിങ് ആയിട്ട് അഴിച്ച് ക്ലീൻ ചെയ്ത വഴിക്ക് എൻ്റെ ഹെഡ് പൊട്ടിപ്പോയായിരുന്നു. തിരിച്ച് വരുന്ന വഴിക്കും മിസ്സിങ് ഉണ്ടായി. അങ്ങനെ ഇത് അഴിച്ച് വെച്ചിട്ട് പുതിയ കാർബറേറ്റർ വെച്ചായിരുന്നു. ഇത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് നാളൊക്കെ കുഴപ്പമില്ലാതെ ഓടി. അത് കഴിഞ്ഞിട്ട് പിന്നെ വണ്ടിക്ക് ഭയങ്കര മിസ്സിങ്. അങ്ങനെ ഇപ്പോൾ വണ്ടി ഫുൾ അഴിച്ച് അപ്പോൾ ആ പഴയ കാർബറേറ്ററിലോട്ട് തന്നെ പുതിയതിൻ്റെ പാർട്സ് അങ്ങ് കയറ്റിയാലോ എന്നാണ് പ്ലാൻ. പിന്നെ വണ്ടിയുടെ ഇലക്ട്രോണിക്സ് പരമായിട്ടുള്ള കാര്യങ്ങളിൽ, അതായത് ഈ ഒരു കോയിലും സ്പാർക്ക് പ്ലഗ്, ഇലക്ട്രോണിക്സ് അങ്ങനത്തെ ഓൾമോസ്റ്റ് വയറിങ് ഒഴിച്ച് ബാക്കി ഇലക്ട്രോണിക്സിൻ്റെ കുറേ സാധനങ്ങൾ മാറി. അപ്പോൾ കാർബറേറ്ററിൻ്റെയും കൂടെ കുറച്ച് പാർട്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്വാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം കറക്റ്റായിട്ട് വർക്കാവും. മാത്രമല്ല ഇതിനകത്ത് എവിടുന്നോ കറണ്ട് ലീക്കാവുന്നുണ്ട്. റണ്ണിങ്ങിൽ കടകടാന്ന് റിലേ അടിക്കുന്ന പോലെ ഇവിടുന്ന് ഒരു കറണ്ട് ലീക്കാവുന്ന സൗണ്ടും വരുന്നുണ്ട്. അപ്പോൾ അതും കണ്ടുപിടിക്കണം. അത് എനിക്ക് തോന്നുന്നു വയറിങ്ങിൻ്റെ ആവാൻ ചാൻസ്. കാരണം നമ്മുടെ സ്പാർക്ക് പ്ലഗ്, ടോപ്പിലെ പ്ലഗൊക്കെ നല്ല രീതിയിൽ ടേപ്പൊക്കെ അടിച്ച് ലീക്ക് വരാത്ത രീതിയിൽ സീൽ ചെയ്തിട്ട് ഓടിച്ചിട്ടും ആ സൗണ്ട് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. എന്താണെന്ന് ഫസ്റ്റ് നമുക്ക് ഈ ഒരു മിസ്സിങ് മാറ്റിയെടുക്കാം. അപ്പം കാർബറേറ്ററിൻ്റെ പണി കഴിഞ്ഞിട്ട് വണ്ടി സ്റ്റാർട്ടാവോ ഇല്ലയോ, നല്ലപോലെ ഓടുമെന്ന് നോക്കിയിട്ട് വേണം ബാക്കി നോക്കാൻ. ഓക്കെ, അപ്പോൾ പഴയ കാർബറേറ്ററിൻ്റെ ആ ഒരു ക്യാപ്പ് ഞാൻ അഴിച്ചിട്ട്, പുതിയതിൻ്റെ ക്യാപ്പ് അഴിച്ചിട്ട് പഴയതിനിട്ടു. വണ്ടി ഫുള്ള് ഇപ്പോൾ അസംബിൾ ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ ആ ഒരു മിസ്സിങ്ങും കാര്യങ്ങളെല്ലാം മാറിയിട്ടുണ്ട്. നേരത്തെ 8000-ലൊക്കെ വരുമ്പോഴത്തേക്കിനും പടപടപടാന്ന് പൊട്ടുമായിരുന്നു. ഇപ്പോൾ 8000 ഒക്കെ സുഖമായിട്ട് കയറുന്നുണ്ട്, കുഴപ്പമില്ല. ഒന്ന് ഓടിച്ച് നോക്കാം. കറണ്ടിൻ്റെ ആ ഒരു ചെറിയൊരു ടക്ക് സൗണ്ട് ഇപ്പോഴും ഉണ്ട്. പക്ഷേ അതെന്താ, ഇനി മൊത്തം ഇലക്ട്രോണിക്സ് നല്ലപോലെ ചെക്ക് ചെയ്യാൻ അറിയാൻ ആളെ കൊണ്ട് നോക്കിച്ചാലേ അറിയത്തുള്ളൂ. എന്തായാലും മിസ്സിങ്ങിൻ്റെ കാര്യത്തിൽ കുറച്ച് കുറവുണ്ട്. വണ്ടിയുടെ ബാക്കി പാർട്സ് കയറ്റിയിട്ടൊന്ന് ഓടിച്ച് നോക്കാം. സോ എൻഡ് ഓഫ് ദ ഡേ ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി ഒന്ന് ഓടിച്ച് നോക്കിയപ്പോഴും വണ്ടിക്കകത്ത് ആ ഒരു ഇലക്ട്രോണിക്സിൻ്റെ സീനുണ്ട്, കടകടാന്ന് അടിക്കുന്നത്. ആ ഇലക്ട്രോണിക്സിൻ്റെ സീൻ കാണുക. ഇപ്പോൾ കാർബറേറ്റർ കറൻ്റ് നല്ല റെസ്പോൺസാണ്. പഴയ കാർബറേറ്ററിൽ ആ പുതിയതിൻ്റെ ടോപ്പിലത്തെ ആ ക്യാപ്പ് ഊരി മാറ്റി ഇട്ടു. അതിട്ട് കഴിഞ്ഞപ്പോൾ കാർബറേറ്റർ നല്ല റെസ്പോൺസ് വരുന്നുണ്ട്. പക്ഷേ ആ ഒരു ഇലക്ട്രോണിക്സിൻ്റെ സൗണ്ട് വരുന്നുണ്ട്. അങ്ങനെ വണ്ടിക്ക് മിസ്സിങ് വരുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് വയറിംഗ് കിറ്റ് ഞാൻ മാറാൻ പോവാം. വയറിംഗ് കിറ്റ് മാറി കഴിയുമ്പോഴത്തേക്കിനും കറക്റ്റ് അറിയാം വയറിംഗ് കിറ്റിൻ്റെ ആണോ എന്നുള്ളത്. അപ്പോൾ ഇന്നത്തേക്ക് അത്രയൊക്കെ ഉള്ളൂ. ബാക്കി വയറിംഗ് കിറ്റ് കൊണ്ടുവന്നിട്ട് കയറ്റി നോക്കിയിട്ട് മിസ്സിങ് മാറുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് പറയാം. ഓക്കെ, ബൈ.